ലൈഫിൽ ആദ്യമായിട്ട് ഞങ്ങൾ നട്ടുച്ചയ്ക്ക് ഗുരുവായൂർ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. ഈ ഐഡിയ, ഈ ടെക്നിക്ക് ആദ്യം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു ഉച്ച സമയത്ത് എത്തുകയാണെങ്കിൽ, ഉച്ച സമയത്ത് ക്യൂ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അധികം ക്യൂ നിൽക്കാണ്ട് തൊഴാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ കണ്ടുപിടിച്ചത് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഇതാ പോണത് ഒരു 10:45 ആയിട്ടോ, 11 മണിക്ക് ആവാനായിട്ടുണ്ട്. 3/4 മണിക്കൂറൊക്കെ മതി അങ്ങോട്ട്. അപ്പോൾ 10:45 ആകുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത്. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധികം ക്യൂ നിൽക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി പണി പാളോന്ന് അറിയില്ല, കാരണം ഇന്ന് വ്യാഴാഴ്ചയൊക്കെയാണ്. അപ്പം എന്താണ് ഉണ്ടാവുക എന്നറിയില്ല. എന്നാലും പെട്ടെന്ന് തൊഴാന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പോവുകയാണ്. നമുക്ക് 2 നവദമ്പതികളെ കൂടി കൂട്ടാനുണ്ട്. അവരെ കൂട്ടാൻ വേണ്ടി പോവുകയാണേ. ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. നല്ല ഈസി ആയിട്ടുള്ള റോഡാണ്. പിന്നെ നമ്മളെപ്പോഴും ദേവസ്വം പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യാറില്ല കേട്ടോ, കാരണം അവിടെ എത്തുമ്പോൾ കുറേ ദൂരം നടന്നിങ്ങോട്ട് വരണം. അപ്പോൾ തൊട്ടടുത്താണ് ഞങ്ങൾ എപ്പോഴും പാർക്ക് ചെയ്യാറുള്ളത്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി കേട്ടോ. ഒന്ന് 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തൊഴുത് ഇറങ്ങിയിട്ട് ആകെ ക്ഷീണിച്ച് ചെറുതായിട്ട് പണിയൊക്കെ പളി, അതായത് കുറച്ചധികം നിൽക്കേണ്ടി വന്നിട്ടാണ് ക്യൂവിൽ. എന്നാലും കുഴപ്പമില്ല, പണ്ടത്തെ അത്രയും ഇല്ല. ഇപ്പൊക്കെ വളരെ തിരക്ക് കുറവാണ്. ഇപ്പൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് കയറി തൊഴുതിട്ട് പോവാം. ഇന്ന് വളരെ തിരക്ക് കുറവാണ്. അമ്പലത്തിലെ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചെങ്കിലും ആരും വഴങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. കയറ് കെട്ടിയിട്ട് ഒരു വൃത്തിയില്ലാത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നീറ്റായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒഴിഞ്ഞെടുക്കണം കേട്ടോ. നല്ല തിരക്കുണ്ടാവാറുള്ളതല്ലേ ഈ ഒരു സമയമായതുകൊണ്ട്. ഇപ്പോൾ 2:45 സമയം. അപ്പോൾ തിരക്കൊന്നുമില്ല, ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഞങ്ങൾ തൊഴുതിറങ്ങി വരുമ്പോണ്ട് ഇനി ഒന്നും കൂടി കണ്ടിട്ട് തൊഴണം എന്നുണ്ടെങ്കിൽ ക്യൂല് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് സെക്യൂരിറ്റി ഒക്കെ. അപ്പോൾ തീരെ തിരക്കില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് തൊഴുതിട്ട് വരായിരുന്നു. അപ്പോൾ പക്ഷെ ഞങ്ങൾ തൊഴുതിറങ്ങിയല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ കയറിയില്ല. ഉള്ള വീട്ടിലത്തെ നെൽക്കതിരൊക്കെ കിളി കൊത്തി താഴെ ഇട്ടോട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങിക്കണം. കുറച്ച് വലുത്. ഇതൊന്ന് നോക്കട്ടെ, ഇതൊന്ന് നോക്കട്ടെ, കാണട്ടെ. ഇത് 50 രൂപ.
വണ്ടി നന്നായി ചൂടായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. ഭയങ്കര ചൂടായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു.